മനസ്സിലേക്കൊന്ന് വിളിക്കാനായിട്ട് പോകുന്നു. ഒന്ന് വിളിക്കാം. എന്നാൽ മാത്രമാണ് നമ്മളാണ് അവരെ വിളിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അവർക്ക് ഇവിടത്തേക്ക് വരാനായിട്ട് സാധിക്കും. അവരുടെ വന്നാൽ മാത്രമാണ് നമ്മൾ നൽകുന്ന ഓരോ പിണ്ടങ്ങളും അവർക്ക് സ്വീകരിക്കാനും സാധിക്കും. നിൽക്കാനുള്ള അവരുടെ ആ രൂപം മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. അതേ രൂപത്തിൽ അതേ വേഷത്തിൽ ഇവിടെ വരാനും നമ്മുടെ കൈകൊണ്ട് നമ്മൾ നൽകുന്ന എല്ലാം സ്വീകരിക്കാനും വരണമെന്ന് ഒന്ന്. ആദിത്യ സ്വരൂപാൻ അസ്മദ് പിതരം പിതാമഹം മാതരം മാതാമഹം ഭ്രാതരം ഭ്രാതാമഹം പ്രപിതാമഹം മാതൃപ്രപിതാമഹം പിതൃപ്രപിതാമഹം ആദിപ്രതേൺ ആവാഹയാമി സ്ഥാപയാമി പൂജയാമി. നമ്മൾ രണ്ട് കൈകളും മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. അതേപോലെ കിഴക്ക് ഭാഗത്തേക്ക് കാണിക്കാം. ആ ഭാഗം കിഴക്ക് ഭാഗം അതാണ്. ആ ഭാഗത്തേക്കൊന്ന് കാണിക്കാം. സൂര്യനിലേക്ക് കാണിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. നമ്മുടെ ഇലയുടെ നാവിൻ്റെ തുമ്പത്തായിട്ട് വയ്ക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് പുല്ലെടുത്തത്, അവിടെ വെച്ചോളൂ. നമുക്ക് വെള്ളം കൊടുക്കണം. വലത് കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂണ്ടുവെള്ളം കൂടെ 3 പ്രാവശ്യം വെള്ളം കൊടുക്കാം. ഓം നമോ നാരായണായ. വലത് കയ്യിൽ ചൂണ്ടുവെള്ളം കൊണ്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. അതേപോലെ ഒരു തുളസിയിൽ കുറച്ച് വെള്ളം എടുക്കാം. അരിയിലേക്ക് ഒഴിക്കാം. എള്ളും അരി ഒന്ന് കൂട്ടിക്കുഴയ്ക്കാനാണ്. പൂക്കളൊന്നും പെടുത്താതെ വേണം എള്ളും അരി ഒന്ന് കൂട്ടിക്കുഴയ്ക്കാനായിട്ട്. ആ തുളസിയില ആ ചെറുകുള നമ്മുടെ കൈകൊണ്ട് തന്നെ കുഴച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. അതിനനുസരിച്ച് വേണം അല്പമായിട്ട് വേണം നമ്മൾ എള്ളും അരി എടുക്കാനായിട്ട്. അല്പം എള്ളും അരി എടുക്കാം. നമ്മുടെ ഹൃദയത്തോട് തന്നെ ചേർത്ത് പിടിക്കാം. ഓം മാതൃവംശേ വൃതായേശ പിതൃവംശേ തദേവ ച ഗുരു ശശുര ബന്ധൂനാം യേച അന്യേ ബാന്ധവാവൃത തിലോദകം ച പിണ്ഡം ച ഹൃദയണാം മാതൃണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്ത്യാം അഹം പ്രാർത്ഥയാമി പ്രസീദമേ. ആ പുല്ലിന്റെ കൂടെ വെക്കാം, പുല്ലിന്റെ ഒപ്പം വെക്കാം. അല്പം എടുക്കാം. ഇടത്തെ കയ്യിലേക്ക് വെക്കുക. പുല്ലിന്റെ കൂടെ വെച്ച് കൊടുക്കും കേട്ടോ. തുളസി ഇല 1 or 2 എടുത്തിട്ട് ചന്ദനത്തിലേക്ക് തൊട്ടിട്ട് അതും ഇടതയിലേക്ക് വെച്ച് കൊടുക്കൂ. ആ ചെറുള പൂ കുറച്ചെടുത്ത് വയ്ക്കുക. വെള്ളപ്പൂവാണേ. ഇപ്പൊ നമ്മൾ കൈ ഒന്ന് തൊഴുത് വയ്ക്കൂ. നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ പിടിക്കുന്ന രീതിയിൽ കൈ കൂപ്പി വെച്ചോളൂ. അച്ഛനെ കുറിച്ച് നമുക്കറിയാം, അമ്മയെ കുറിച്ച് നമുക്കറിയാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർക്ക് വേണ്ടിയാണോ ഞാൻ ഈ കർമ്മം ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. കാരണം ഒരാളുമില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി തന്ന ഒരാളായി പ്രാർത്ഥിക്കുന്ന ആൾ തിരിച്ചൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അവർ ആ ശരീരം വിട്ടുപോയി എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരാത്മാവിന് ഒരു ശരീരം കൊടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എന്താണ് അവർക്ക് ചെയ്യാനുള്ള കർമ്മം എന്നുള്ളത് വ്യക്തമായിട്ട് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഏത് കുടുംബത്തിൽ പോയിട്ട് ജനിക്കണം, ഈ ഭൂമിയിൽ ഇന്നും ഇതുപോലെ അവരെ പ്രാർത്ഥിക്കാനോ വിളിക്കാനോ ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ളത് അവരറിഞ്ഞാൽ എത്ര സന്തോഷമായിട്ട് വരാൻ പറ്റുമെന്ന് ചിന്തിച്ച് നോക്കാം. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ
ചെറിയ പ്രാണികളായിട്ടാണെങ്കിൽ പോലും ഈ പരിസരത്ത് നിങ്ങളെ കാണാൻ തീർച്ചയായിട്ടും അവർ വരും. ഈ സമയത്ത് നിങ്ങൾ വിളിച്ചാലേ, കൊടുത്താലേ, പ്രാർത്ഥിച്ചാലേ അവർക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടും. ആദിത്യ സ്വരൂപാൻ അസ്മത് പിതൃ മാതൃ ഭ്രാതൃ ധ്യായാമി ആവാഹയാമി സ്ഥാപയാമി പൂജയാമി മമ വർഗദ്വയ പിതൃഭ്യോ മാതൃഭ്യോ ഭ്രാതൃഭ്യോ നമഃ. ഒന്ന് നമ്മുടെ കൈ പൊക്കി പിടിച്ചോളൂ. മുകളിലൂടെ നമ്മുടെ ഇലയുടെ നാവിൻ്റെ തുമ്പത്തത് വെച്ചു കൊടുക്കും. നമ്മൾ പുല്ലെടുത്ത ഭാഗത്ത് തന്നെ മുഴുവനായിട്ട് വെച്ചോളൂ. ഇനി വെള്ളം കൊടുക്കുന്ന രീതിയാണ്. ഇടത്തെ കയ്യിൽ ഗ്ലാസ് എടുക്കുക. ഇടത് കൈ കൊണ്ട് ഗ്ലാസ് എടുക്കൂ. വലത് കൈയിലേക്ക് ഒഴിച്ചു കൊടുക്കൂ വെള്ളം. ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഓം ബ്രഹ്മണേ നമഃ. 3 പ്രാവശ്യം കൊടുത്തോ. ഇനി നമുക്ക് എള്ളും അരിയും കൂടെ കുഴയ്ക്കണം. അവിടെ തന്നെ കൂട്ടി വെക്കണേ. നമുക്ക് എടുക്കാൻ പറ്റുന്ന സൗകര്യത്തിനാണ് നമ്മൾ ഈ ചെയ്യുന്നത്. കുറച്ച് അരി മാത്രം എടുക്കുക, നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക കേട്ടോ. ഓം മാതൃവംശേ മൃദായേച പിതൃവംശേ തദൈവജ ഗുരു ശ്വശുര ബന്ധൂനാം ഏജ അന്യേ ബാന്ധവാമൃത തിലോദകം ച പിണ്ഡം ച മാതൃണാം പിതॄണാം ഭ്രാതॄണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്ത്യാ അഹം പ്രാർത്ഥയാമി പ്രസീദമേ. കൊടുത്തോളൂ. പുല്ലിൻ്റെ കൂടെ വയ്ക്കൂ. ദത്തേന ബലിനാം തർപ്പയന്തു പരാംഗതി അതീത കുലകോടിനാം സപ്തദീപ നിവാസിനാം പ്രാണിനാം ഉദകം തത്വം അക്ഷയം ഉപദിഷ്ടതു സമർപ്പയാമി. കൊടുത്തോളൂ. അതേപോലെ വെച്ച് കൊടുക്കുക. ഭ്രാതൃണാം അഹം പൂജയാമി പ്രാർത്ഥയാമി. കൈയെടുത്തോളൂ. തുളസി ഇല എടുക്കണേ. 1 2 ഇല എടുക്കുക. ചന്ദനത്തിലേക്ക് തൊട്ടിട്ട് ആ പുല്ലിലേക്ക് വെച്ചു കൊടുക്കൂ. ഓം നമോ നാരായണായ. നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാം. ഓം ഗംഗേച യമുനീ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. സപ്തനദികളെയും പ്രാർത്ഥിച്ച് ആ ഗ്ലാസ് വെള്ളത്തിലോട്ട് ഈ തുളസിയില ഇടുക. നമ്മുടെ കൈകൾ ആ ജലം കൊണ്ട് ശുദ്ധിയാക്കുക. നമ്മുടെ 2 കൈകളും ആ ജലം കൊണ്ട് ശുദ്ധിയാക്കുക. ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കയ്യിലെടുത്ത് 2 കൈയും ഒന്ന് ശുദ്ധിയാക്കുക. നമ്മുടെ വലത് തുടയിലോട്ട് വയ്ക്കുക. ചൊല്ലിത്തരുന്ന മന്ത്രം കഴിയുന്ന രീതിയിൽ ഏറ്റു ചൊല്ലുക. തെറ്റിയാലൊന്നും യാതൊരു കുഴപ്പമില്ല. നമ്മളെ കൊണ്ട് അറിയുന്ന പോലെ ചൊല്ലിയാൽ മതി. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപ ശാന്തയേ. ഓം ഭൂ ഭുർ ഭുവ ഭുവസരോ. ഓം മമോപാർഥ സമസ്ത ദുരിതക്ഷയ ദ്വാരാ ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം തദേവ ലഗ്നം സുദിനം തദേവ താരാബലം ചന്ദ്രബലം തദേവ വിദ്യാബലം ദൈവബലം തദേവ ലക്ഷ്മീപദേ ആംഘ്രീയുഗം സ്മരാമി. അപവിത്ര പവിത്രോവ സർവാവസ്ഥാം
ഗതോപിവ യസ്മരേത് പുണ്ടരീകാക്ഷം സബാഹ്യാന്തര ശുചിഹി മാനസം വാചികം പാപം കർമ്മണ സമുപാർജിതം ശ്രീ തിഥിർവിഷ്ണു തഥാവാര നക്ഷത്രം വിഷ്ണുരേവ ച യോഗശ്ച ആദ്യശ്രീ ഭഗവതഃ മഹാപുരുഷസ്യ വിഷ്ണോരാജ്ഞയാ പ്രവർത്തമാനസ്യ ആദ്യബ്രഹ്മണഃ ദ്വിതീയപരാർദ്ധേ ശ്വേത വരാഹ കൽപേ പ്രഭവാദീനാം ഷഷ്ട്യാം സംവത്സരാണാം മധ്യേ ക്രോധിനാമ സംവത്സരേ ദക്ഷിണായനേ വർഷഋതൗ ശുഭയോഗ ശുഭകരണ ഏവം ഗുണ സകല വിശേഷേണ വിശിഷ്ടായ ശുഭതിഥൗ പരശുരാമ നിർമ്മിതായ കേരളഭൂമൗ അഞ്ചുമൂർത്തി ക്ഷേത്രസന്നിധൗ ദക്ഷാരി വല്ലഭതീരെ സൂര്യനാരായണ സ്വാമി സന്നിധൗ ദേവ ബ്രാഹ്മണ സന്നിധൗ അമാവാസി പുണ്യകാലേ അസ്മാകം വംശേ മൃതാന പുണ്യലോക വാപ്ത്യർത്ഥം വർഗദ്വയ പിതൃനുദ്ദിശ്യ ദർശ ശ്രാദ്ധാംഗഭൂത തിലതർപ്പണ കർമ്മം അഹം കരിഷ്യേ നമഃ. കൈകളെടുത്തോളൂ. നമ്മുടെ കൈകളെല്ലാവരും കൂപ്പി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കൈകൾ കൂപ്പി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കണ്ണുകൾ അടച്ച് നല്ലപോലെ ചെയ്യാൻ വന്നിരിക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് അവരെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നമ്മളിവിടെ ഇരിക്കുമ്പോൾ സമയത്ത് ചിലപ്പോൾ നമ്മുടെ കാലുകളിൽ വേദന ഉണ്ടാവും, തിരക്ക് നമുക്കൊരു പ്രശ്നമാണ്. അതെല്ലാം മാറ്റി സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാലം പ്രയത്നിച്ചവരാണ് അവർ. സന്തോഷമായിട്ടുള്ള മുഖം മനസ്സിലുണ്ടാകണം. എങ്ങനെയാണോ നമ്മൾ അവർ കൂടെയുള്ള സമയത്ത് സ്നേഹത്തോടെ വിളിച്ചിരുന്നത് അതേപോലെ നമ്മുടെ മനസ്സിൽ ഒരു തവണ അവരെല്ലാം വിളിക്കണം. എങ്ങനെയാണോ സ്നേഹത്തോടെ നമ്മൾ വിളിച്ചിരുന്നത് അതേപോലെ തന്നെ മനസ്സിൽ ഒരു തവണ അവരെ വിളിക്കണം. വർഷത്തിലൊരിക്കൽ ഞാൻ എൻ്റെ കൈകൊണ്ട് നൽകുന്ന ഈ ഒരു പിടി അന്നം സ്വീകരിക്കാനായിട്ട് കുറച്ചു നേരം ഒരു സാന്നിധ്യമായിട്ട് ഒരു ഊർജമായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം, അടുത്തുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കും. കാണുന്നുണ്ടാവും, അഗ്നിയിലോട്ടൊന്ന് കാണിക്കണം. അവരെ നല്ലപോലെ പ്രാർത്ഥിച്ച് മനസ്സിൽ കണ്ട് ഇലയുടെ നാവിൻ്റെ തുമ്പത്ത് ഇതെല്ലാം വെക്കണം. അവരെ നല്ലപോലെ പ്രാർത്ഥിച്ച് ഇലയുടെ നാവിൻ്റെ തുമ്പത്ത് ഇതെല്ലാം വെക്കണം. 3 തവണ നമ്മൾ വെള്ളം കൊടുക്കണം. വെള്ളം എടുത്ത് വലത് കൈയിൽ ഒഴിക്കുക. ശേഷം നമ്മുടെ ചൂണ്ടുവിരലിലൂടെ 3 തവണ കൊടുക്കുക. ഓം നമോ നാരായണായ. ആ പുല്ലിന് മുകളിൽ നമ്മുടെ വലത് കൈ ഒന്ന് കമഴ്ത്തി വെക്കണം. കുറച്ച് കയ്യിൽ വെള്ളമെടുത്ത് ആ അരിയിൽ ഒഴിക്കുക. എള്ളും അരിയും കൂടി നല്ലപോലെ
വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതുവരെ അനുഭവിക്കാത്തൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സന്തോഷമായി. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ തിരുനാവായ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ശ്യാം സ്വാമിയുടെ അനുഗ്രഹമുണ്ട്. പിന്നെ നല്ലൊരു സന്നിധാനമായിട്ട് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടുത്തെ രീതിയും ആചാരങ്ങളെല്ലാം ഭംഗിയായിട്ട് ഒരു ആത്മാക്കളുടെ തൃപ്തി കിട്ടുന്ന ഒരു പരിപാടിയുമായി വളരെ സന്തോഷം ഇവിടെ ശ്യാം സ്വാമി പ്രവർത്തിക്കുന്നത്. താങ്ക് യു. സുധീശ്വരായ ലോകസേവായ പുരയെ യുക്തമശ്ലോകപരായണാഖ്യം ജീവന്തിനാത്മാത്മ സമോപരാശ്രയം കുമോദഗർഭികുലക്കളേവരം സർവം നസാമോ ചക്ഷ്വാം കൃഷ്ണോ യതിലകിഞ്ചനാമന്യേ ത്വാം ജയേവാജാനാത്മന്യത്രജാന്തസാരം സുത ഉവാച വാമനേ സമൃപ്രാപ്തേ തൃതീയോ വ്യോമന്യേ ജാതം പരാശരാഗ്യോഗീ വാസവ്യകലയാ ഹരേ सरस्वत्या उपस्पृश्यजलं श्री विविक्तदेशया प्राप्तं भूयुगे युगे भौतिकानां च भावानां शक्तिप्रासं च कृतम् അഭിപ്രായമാണ് പറയാനുള്ളത്. ഭക്തന്മാർക്ക് നല്ലൊരു ശാന്തിയും സമാധാനവും ഇവിടെ ബലികർമ്മം ചെയ്താൽ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. 8 വർഷത്തോളമായി ഞങ്ങളവിടെ ബലികർമ്മം ചെയ്തു വരുന്നു. വളരെയധികം പുണ്യമായിട്ടുള്ള സ്ഥലം, പരിസ്ഥിതി, ഇവിടുത്തെ പ്രകൃതിയും ഇതിനെല്ലാം യോജിച്ചതാണ്. പുഴയും അതിനോട് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന 5 മൂർത്തി ക്ഷേത്രത്തിൽ എല്ലാ ദേവദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടായിട്ടുള്ളതായിട്ടും ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇതോടൊപ്പം വളരെയധികം അനുഭൂതി ഉണ്ടാകുന്ന ഒരു ധർമ്മത്തെ കൂടെ ഞങ്ങൾക്ക് ഇവിടെ നേടാൻ കഴിയും എന്നുള്ളതാണ് സത്യം. ഇവിടുത്തെ തർപ്പണം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല തൃപ്തിയായി എല്ലാം കൊണ്ടും. പിന്നെ ഇദ്ദേഹത്തിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല മനസ്സ് നല്ല തൃപ്തിയായിട്ടുണ്ട്. 5 മൂർത്തി അമ്പലം പറഞ്ഞാൽ ഭയങ്കര അതെ എപ്പോഴും വരുന്നതാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് മനസ്സ് തൃപ്തിയായിട്ടുണ്ട്. തർപ്പണം ചെയ്തതും നല്ല തൃപ്തിയായിട്ടുണ്ട്. നല്ല പോലെ എടുക്കാൻ പാടില്ല. മാത്രമല്ല കുഴച്ചാൽ മതി.
യോ പിതൃവംശജാത മാതുസ്ത വംശ ഭവാമതീയാം പുത്രാണി സഖ്യ പരവസ്യ ക്ഷഹ അകൃതാസ്യ സുഹൃദാസ്യ കൃതോപക പിണ്ഡബലിം ദദാമി പിണ്ഡമഹം സമർപ്പയാമി